ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പൂവ് വെച്ചിട്ടാണ് ഇന്നൊരു കിടിലൻ ഐറ്റം തയ്യാറാക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ചേനപ്പൂ തൊടിയിലൊക്കെ കിട്ടുന്ന. അപ്പോൾ ഞങ്ങളുടെ തൊടിയിലും ഒരു ചേനപ്പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അധിക ദിവസം നമ്മളിത് ഇങ്ങനെ വെച്ചാൽ ഇതിൽ നിന്നൊരു ബാഡ് സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്ത് തോരനൊക്കെ വെക്കാൻ പറ്റും. കറിയൊന്നും വെക്കാൻ കൊള്ളില്ല കേട്ടോ. അപ്പോൾ തോരന് അതുപോലെ ഉപ്പേരിക്ക് നമുക്ക് വെക്കാം. അപ്പോൾ ഞാനിതിൻ്റെ പുറം ഭാഗം എടുത്തിട്ടാട്ടോ ആദ്യം കുക്ക് ചെയ്ത് കാണിക്കുന്നത്. ഉൾഭാഗം നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കും. ഉൾഭാഗമാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിന്ന് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് കുക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ ദാ ഈ പൂ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വിരിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ ഗൈസ്. നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അതിൻ്റെ പുറം ഭാഗം ഒന്ന് അടർത്തി മാറ്റി ഒന്ന് കട്ട് ചെയ്യട്ടെ പെട്ടെന്ന്. അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾ കണ്ടില്ല. ഭംഗി പോലെ തന്നെ ഇത് കഴിക്കാൻ ഒത്തിരി ടേസ്റ്റാണ്. വളരെ ഹെൽത്തി ആട്ടോ. വിഷം അടിക്കാത്ത നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറിയാണല്ലോ ഇത്. ഇത് ചേന ചൊറിയെങ്കിലും പൂ ചൊറിയത്തൊന്നുമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട്, അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾ കണ്ടോ എന്താ ഭംഗിയില്ലേ. 3 ലെയറായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗം നമ്മൾ കുക്ക് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലോട്ടൊരു സവാള, 2-3 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. തോരൻ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തിൻ്റെ ഭംഗി ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് കയ്യിലെടുത്താണ് ഗൈസ്. എന്താ ഭംഗിയില്ല. അതിൻ്റെ എല്ലാ ഭാഗം നമ്മൾ കുക്ക് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇത് മറ്റൊരു ദിവസം നമുക്ക് കുക്ക് ചെയ്യാം. ഒന്ന് അരിഞ്ഞ് വെക്കണം മൊത്തത്തിലൊന്ന്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വരുന്നത് വരെ നമ്മളൊന്ന് മാറ്റി വെക്കുക. പിന്നെ ഇതിലോട്ട് അധികം ചേരുവകളൊന്നും ആവശ്യമില്ല കേട്ടോ. ഒരു സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആയാലും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാൻ ചൂടായപ്പോൾ അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും അതുപോലെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ചേനപ്പൂവിൻ്റെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാട്ടോ. അപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒതുക്കി വെച്ചിട്ടുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അരപ്പെന്ന് പറയില്ല, നമുക്കൊന്ന് പൊടിക്കുന്നേ ഉള്ളൂ കേട്ടോ. തേങ്ങ ജസ്റ്റ് ഒന്ന് തേങ്ങയും അതുപോലെ പച്ചമുളകും വെളുത്തുള്ളി കേട്ടോ ഇതിലോട്ട് ആഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് എന്നിട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ ഇളക്കി കൊടുത്തപ്പോൾ നമ്മുടെ അടിപൊളി ചേനത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ മസാലക്കറിയായിട്ടും വെക്കുന്നുണ്ട്, കറിയായിട്ടല്ല ഇതുപോലെ മസാലത്തോരനായിട്ടും വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരിയും അതുപോലെ നാരങ്ങ അച്ചാർ, നല്ല ഫിഷ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും, പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും കേട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ.